ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇൻ്റർനെറ്റ് ഡൗൺലോഡ് മാനേജറിനെ കുറിച്ചാണ്. ഈ വീഡിയോ 3 ഭാഗങ്ങളായാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗത്ത് എന്താണ് IDM എന്നും ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതുമാണ്. രണ്ടാമതായിട്ട് പറയുന്നത് IDMൽ ഡിഫോൾട്ടായിട്ടുള്ള ഡൗൺലോഡിംഗ് സ്പീഡിൽ നിന്നും എങ്ങനെ കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്പീഡ് ലഭിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ ഭാഗത്ത് IDMൻ്റെ ഫുൾ വേർഷൻ എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ്. വീഡിയോ അവസാനം വരെ കാണുന്നവർക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇൻ്റർനെറ്റ് ഡൗൺലോഡ് മാനേജർ എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെയും വിശ്വസിക്കുന്നുണ്ടാവും, ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഡൗൺലോഡിംഗ് സ്പീഡ് 5 മടങ്ങ് അല്ലെങ്കിൽ 10 മടങ്ങ് വർദ്ധിക്കുന്നുണ്ടെന്ന്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ ഡൗൺലോഡിംഗ് സ്പീഡ് വർദ്ധിപ്പിക്കുക എന്നത്. ഡൗൺലോഡിംഗ് സ്പീഡ് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് IDM എന്ന സോഫ്റ്റ്വെയർ ഒരു ബെസ്റ്റ് സൊല്യൂഷനായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പല വെബ്സൈറ്റുകൾ ഇങ്ങനെ ക്ലെയിം ചെയ്യുന്നുണ്ട് അവർ നിങ്ങളുടെ ഡൗൺലോഡിംഗ് സ്പീഡ് 5 മടങ്ങ് അല്ലെങ്കിൽ 10 മടങ്ങ് വർദ്ധിപ്പിക്കും എന്നൊക്കെ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ചില കാര്യങ്ങളൊക്കെ സത്യമില്ലാത്തതാണ്. ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് ആദ്യം പരിശോധിക്കാം. ഡൗൺലോഡിംഗ് സ്പീഡിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണ തന്നെ ആദ്യം മാറ്റാം. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഡൗൺലോഡിംഗ് സ്പീഡ് എത്രയെന്ന് വെച്ചാൽ നിങ്ങളുടെ ISPയിൽ നിന്ന് അഥവാ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൽ നിന്ന് എത്ര രൂപയുടെ പ്ലാനാണോ നിങ്ങൾ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര സ്പീഡ് ലഭിക്കുന്ന പ്ലാനാണോ നിങ്ങൾ എടുത്തിരിക്കുന്നത്, ആ ഒരു സ്പീഡ് മാത്രമേ നിങ്ങൾ ഏതൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്താലും ലഭിക്കുകയുള്ളൂ. എന്നിരുന്നാൽ IDM ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കുറച്ചധികം ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കുറച്ച് ടെക്നിക്സ് എന്താ പറയുക, കുറച്ച് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് IDMന് നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി IDM എന്താണെന്നും നോർമൽ ഡൗൺലോഡിങ്ങിനെ അപേക്ഷിച്ച് IDM ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ലഭിക്കുന്നതെന്നും പറഞ്ഞുതരാം. എല്ലാവരും ബ്രൗസർ ഉപയോഗിക്കുന്നവരാണല്ലോ. ഗൂഗിൾ ക്രോം, ഒപ്പേറ മിനി, മോസില്ല ഫയർഫോക്സ്, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, സഫാരി അല്ലെങ്കിൽ ടോർ ബ്രൗസർ. ഈ സോഫ്റ്റ്വെയറുകളുടെ എല്ലാം ജോലി ബ്രൗസിംഗ് ആണ്. ഇതിൽ വരുന്ന ഡൗൺലോഡിംഗ് എന്ന് പറയുന്നത് ഒരു ആഡ് ഓൺ ഫീച്ചർ മാത്രമാണ്. ഉദാഹരണത്തിന് നിങ്ങൾ എന്തെങ്കിലും ബ്രൗസ് ചെയ്യുകയാണെന്ന് വെക്കുക, ഒപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫയലും കൂടി ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ഡൗൺലോഡ് ചെയ്യാനുള്ള റിക്വസ്റ്റ് നിങ്ങൾ കൊടുത്തു. നോർമലി ആ ഫയൽ ഡൗൺലോഡ് ആവുന്നത് നിങ്ങളുടെ ബ്രൗസറിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഡൗൺലോഡ് ആവുന്ന ആ ഒരു ഫയലിൻ്റെ ഡൗൺലോഡിംഗ് സ്പീഡ് വളരെ കുറവായിരിക്കും. കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ബ്രൗസറിൻ്റെ ജോലി എന്ന് പറയുന്നത് ബ്രൗസിംഗ് മാത്രമാണ്. അതുകൊണ്ട് ഡൗൺലോഡിങ്ങിനായിട്ട് ഏതെങ്കിലും ഒരു ഡൗൺലോഡ് മാനേജർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഫോർ എക്സാമ്പിൾ IDM ഇൻ്റർനെറ്റ് ഡൗൺലോഡ് മാനേജർ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഡൗൺലോഡറാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ഡൗൺലോഡിങ്ങിനായിട്ടാണ്. ഡൗൺലോഡിങ്ങിനായിട്ട് ഇതിൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഡൗൺലോഡിങ്ങിനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ലഭിക്കുന്നതാണ്. അതായത് IDM ഉപയോഗിച്ച് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ആ ഡൗൺലോഡ് നിങ്ങൾക്ക് പോസ് ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കും. ആവശ്യമുള്ളപ്പോൾ അത് റെസ്യൂം ചെയ്യാനും സാധിക്കും. മാത്രമല്ല ഡൗൺലോഡിനെ ഷെഡ്യൂൾ ചെയ്യാനും സാധിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഫയൽ രാത്രി ഡൗൺലോഡ് ചെയ്യണം അല്ലെങ്കിൽ രാവിലെ ഡൗൺലോഡ് ചെയ്യണം എന്ന് വയ്ക്കുക. അതിനായിട്ട് ഓരോ ഡൗൺലോഡിനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമർ IDMൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ IDM നിങ്ങളുടെ ഡൗൺലോഡ്സിനെ കാറ്റഗറൈസ് ചെയ്യും. മാത്രമല്ല ഒരുപാട് ഫയലുകളെ നിങ്ങൾക്ക് ഒരുമിച്ച് IDM ഉപയോഗിച്ചുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാം ബാച്ചസ് ആയിട്ട്. ഇതൊന്നും കൂടാതെ ഇതിൻ്റെ മെയിൻ ഫീച്ചറായിട്ട് നമ്മൾ കാണുന്നത്, ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അത് ഭാഗങ്ങളായിട്ടാണ് ഡൗൺലോഡ് ആവുന്നത്, അഥവാ പാർട്ടായിട്ടാണ് ഡൗൺലോഡ് ആവുന്നത്. ബൈ ഡിഫോൾട്ടായിട്ട് IDMൽ 8 പാർട്ടായിട്ടാണ് ഫയലുകൾ ഡൗൺലോഡ് ആവുന്നത്. എന്തൊക്കെയോ മാജിക് ഈ ഒരു സോഫ്റ്റ്വെയറിൽ നടക്കുന്നുണ്ട്. ഫയലുകൾ മുറിച്ച് ഡൗൺലോഡ് ചെയ്യുന്നു. ഇതോടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡും ഈ ഒരു സോഫ്റ്റ്വെയർ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. യാഥാർത്ഥ്യം ഇതാണ്, ഒരു സെർവറിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ മോസ്റ്റ് കേസസിൽ ആ ഒരു സെർവർ മൾട്ടിപ്പിൾ കണക്ഷൻസിനെ അലോ ചെയ്യുന്നുണ്ട്. IDM ആ ഒരു കാര്യത്തെ പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതായത് IDM ഉപയോഗിച്ച് ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ IDM ഒന്നിലേറെ കണക്ഷൻസിന് റിക്വസ്റ്റ് കൊടുക്കുകയും ഇതിലൂടെ സ്റ്റാർട്ടിംഗ് ബൈറ്റ് ചേഞ്ച് ആവുകയുമാണ് ചെയ്യുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ 50 MB ഫയൽ അല്ലെങ്കിൽ 100 MB ഫയൽ അല്ലെങ്കിൽ 1 GB ഫയൽ വരെ ആയിക്കോട്ടെ, എത്ര സൈസുള്ള ഫയലും ആയിക്കോട്ടെ, IDM ചെയ്യുന്നത് ഡൗൺലോഡ് ചെയ്യുന്ന ഫയലിനെ ഒന്നിലേറെ പാർട്ടുകളാക്കി ഡിവൈഡ് ചെയ്തുകൊണ്ട് ആ പാർട്ടുകളെല്ലാം പാരലലായി ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ISPയിൽ നിന്ന് നമ്മൾ ഏത് പ്ലാനാണോ എടുത്തിട്ടുള്ളത് ആ പ്ലാനിനനുസരിച്ചിട്ടുള്ള സ്പീഡ് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. IDM ഇവിടെ ഡൗൺലോഡിംഗ് സ്പീഡിനെ വർദ്ധിപ്പിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമുക്കുള്ള ഡൗൺലോഡിംഗ് സ്പീഡിനെ എഫിഷ്യൻ്റ് ആക്കുകയാണ് ചെയ്യുന്നത്.
IDM ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ കണക്ഷൻസിന് റിക്വസ്റ്റ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ബാൻഡ് വിഡ്ത്ത് വേസ്റ്റ് ആവുന്നില്ല. ഇത് IDM ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. IDM ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒട്ടുമിക്ക വെബ്സൈറ്റിൽ നിന്നും വീഡിയോ ഫയലുകളും ഓഡിയോ ഫയലുകളും ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. IDMനെ കുറിച്ച് പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ. ഇനി IDMൽ കുറച്ച് സെറ്റിംഗ്സ് ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഡൗൺലോഡിംഗ് കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. വിത്ത് പ്രൂഫ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം. അതായത് സെറ്റിംഗ്സ് ചെയ്യുന്നതിന് മുമ്പുള്ള ഡൗൺലോഡിംഗ് സ്പീഡും സെറ്റിംഗ്സ് ചെയ്തതിന് ശേഷമുള്ള ഡൗൺലോഡിംഗ് സ്പീഡും ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സെറ്റിംഗ്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുകയാണ്. സ്പീഡ് നിങ്ങൾ നോക്കിക്കോളുക. സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ഓപ്ഷൻസ് എന്നൊരു ടാബ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനൊരു ഡയലോഗ് ബോക്സ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ നിങ്ങൾക്ക് കണക്ഷൻസ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ താഴെയായി കണക്ഷൻ ടൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഹൈ സ്പീഡ് ഡയറക്റ്റ് കണക്ഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇനി ചെയ്യേണ്ടത് അതിന് താഴെയായി മാക്സിമം കണക്ഷൻ നമ്പർ എന്നൊരു സെക്ഷൻ കാണാം. അതിൽ ഡിഫോൾട്ട് കണക്ഷൻ നമ്പർ 8 ആയിരിക്കും. അത് സെലക്ട് ചെയ്തുകൊണ്ട് 32 എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഓക്കെ അമർത്തുക. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. മാക്സിമം കണക്ഷൻ നമ്പർ എന്നത് 32 ആക്കി മാറ്റുന്നതിലൂടെ ഇനി IDM ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യുന്നത് ഏത് ഫയലും ആയിക്കോട്ടെ ആ ഫയലുകളെല്ലാം തന്നെ 32 പാർട്ടുകളായിട്ടായിരിക്കും ഡൗൺലോഡ് ആവുന്നത്. ഇനി അടുത്തതായിട്ട് ഷെഡ്യൂളർ എന്ന മറ്റൊരു ഓപ്ഷൻ കൂടി ഇവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്ന ഡയലോഗ് ബോക്സിൽ മുകളിലായിട്ട് ഫയൽസ് ഇൻ ക്യൂ എന്നൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക. ഇവിടെ ഡൗൺലോഡ് അറ്റ് ദ സെയിം ടൈം എന്ന ഭാഗത്ത് 4 എന്ന നമ്പർ ആയിരിക്കും സെലക്ട് ആയി കിടക്കുക. അത് ചേഞ്ച് ചെയ്തുകൊണ്ട് 1 ആക്കുക. ശേഷം അപ്ലൈ ചെയ്ത് ക്ലോസ് ചെയ്യുക. സെറ്റിംഗ്സ് ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഒന്ന് റെസ്യൂം ചെയ്യുകയാണ്. സ്പീഡ് നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. നേരത്തേക്കാൾ സ്പീഡ് കിട്ടുന്നുണ്ട് ഇപ്പോൾ. ഇനി IDM നിങ്ങൾക്ക് എങ്ങനെ ബൈ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞുതരാം. ഡിസ്ക്രിപ്ഷനിൽ IDMൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ എത്തുന്നത് ഇങ്ങനെ ഒരു വെബ്സൈറ്റിലായിരിക്കും. ഇവിടെ മുകളിലായിട്ട് ബൈ എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ കാണുന്നത് IDMൻ്റെ ലൈസൻസ് കീയുടെ പ്രൈസാണ്. 870 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഒരു PC-യിലേക്ക് കീ ലഭിക്കുന്നതാണ്. 1820 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ആയിട്ട് ലൈസൻസ് കീ ലഭിക്കും ഒരു PC-യിലേക്ക്. നിങ്ങൾക്ക് അനുയോജ്യമെന്ന് തോന്നുന്ന പ്ലാനിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അവസാനം വരെ വീഡിയോ കാണുന്നവർക്ക് എന്തായാലും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. നിങ്ങൾ ഇതുവരെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ IDMൻ്റെ ഫുൾ വേർഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കും. ഇതൊരു ഗീവ് അവേ ആയിട്ടോ അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കണക്കാക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഈ ഒരു ബെനിഫിറ്റ് ലഭിക്കും എന്നതാണ്. അടുത്തതായി IDMൻ്റെ ഫുൾ വേർഷൻ ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ശേഷം ഈ വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. കാരണം കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇനി ചെയ്യേണ്ടത് എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൻ്റെ ലിങ്കും ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും നിങ്ങൾ ലൈക്ക് ചെയ്യണം. ശേഷം ഇൻസ്റ്റാഗ്രാമിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടും അറ്റാച്ച് ചെയ്തുകൊണ്ട് ഓൾ ഡൺ എന്ന് എനിക്ക് മെസ്സേജ് അയയ്ക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ IDMൻ്റെ ഫുൾ വേർഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കൂടാതെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി അറിയിക്കുക. ഇതുപോലെ പ്രയോജനപ്രദമായ വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനായി താഴെ കാണുന്ന ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി അമർത്തിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ലൊരു അറിവുമായി മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് അബിൻ.